കൊള്ളാം പൊളി. ഹലോ ഗൈസ്, അപ്പോൾ ഇന്നൊരു വെറൈറ്റി ദോശ ഉണ്ടാക്കി നോക്കിയാലോ. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ 3 ഇൻഗ്രീഡിയൻറ്റ് വെച്ച് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ദോശ, അതിന് കറിയൊന്നും ഇല്ലാതെ ഒരു റെസിപ്പിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. എങ്ങനെയെന്നല്ലേ കണ്ടു നോക്കൂ ഗൈസ്. അപ്പോൾ 3 സാധനം മതിയെന്ന് പറഞ്ഞാൽ അതിൽ സവാള, തക്കാളി, പിന്നെ മുട്ടയാണ് മെയിൻ. സവാളയും തക്കാളിയും മുട്ടയും വേണം. ഇത് ഞാൻ ഇതിനു മുമ്പ് ഞാനില്ലാതെ ഉണ്ടാക്കി ഞാൻ പുറത്തുനിന്ന് കഴിച്ചിട്ടില്ല. സോ ഇങ്ങനെ ഉണ്ടാക്കുന്നതും ഉണ്ടാവും. ഞാൻ കണ്ടിട്ടില്ല, എൻ്റെ ഒരു സ്റ്റൈലിൽ ഞാൻ ഉണ്ടാക്കുന്നതെന്നേ ഉള്ളൂ. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. പിന്നെ നമുക്ക് ഇതിനായിട്ട് ഒരുപാട് സാധനങ്ങളുടെ ഒന്നും ആവശ്യമില്ല. അതാണ് ഞാൻ പ്രത്യേകം പറഞ്ഞത്. ഹോസ്റ്റലേഴ്സിന് വളരെ ഉപയോഗപ്രദമായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം, കമൻറ്റും ചെയ്യാൻ മറക്കരുത്. ആദ്യം തന്നെ സവാളയും തക്കാളിയും കുനുകുനെ അരിയുക. അതിനകത്തേക്ക് 2 മുട്ട ഞാൻ പൊട്ടിച്ചിടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ക്വാണ്ടിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് ഇതുപോലെ എടുക്കാൻ പറ്റും. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് മസാലപ്പൊടി. എനിക്ക് ചിക്കൻ മസാല അങ്ങനെ എന്തെങ്കിലും ഒരു മസാല എടുക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റായിട്ട് തോന്നാറുണ്ട്. അപ്പോൾ ഞാൻ അതുപോലെ മീറ്റ് മസാല എടുത്ത്, ചിക്കൻ മസാല ആയാലും നല്ല ടേസ്റ്റായിരിക്കും. ചിക്കൻ മസാല ഇല്ലാത്തതുകൊണ്ട് മീറ്റ് മസാല. പിന്നെ മറന്നുപോയൊരു സാധനമാണ്, കുറച്ച് കഴിഞ്ഞിട്ടാണ് ആഡ് ചെയ്തത്, ഉപ്പ് മറക്കരുത്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ദോശ ഉണ്ടാക്കി അതിൻ്റെ മുകളിലേക്ക് ഈ പറയുന്ന ഇപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത് അതിൻ്റെ മുകളിലേക്ക് ഒഴിക്കുക, മുട്ടയുടെ മിക്സ്. ഓക്കെ, അതിന് ശേഷം അതൊന്ന് കുക്കായി എന്ന് തോന്നുമ്പോൾ, ഒരു ഹാഫ് കുക്കായി എന്നൊക്കെ മുകളിൽ നമുക്ക് തോന്നുമ്പോൾ മറിച്ചിടുക, കുക്ക് ചെയ്തെടുക്കുക. അത്രയേ ഉള്ളൂ. സാധനം വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളത് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണം. ഓക്കെ, ഇനി ഞാനൊരു വീഡിയോ എടുക്കുമ്പോഴുള്ള പിന്നാമ്പുറ കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്. പിന്നാമ്പുറ കാഴ്ചകൾ എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ അനിയൻ വന്ന് ഇതിൻ്റെ ഇടയ്ക്കുന്ന് ഫുഡ് എടുത്തിട്ട് പോകുന്നുണ്ട്. അവൻ എടുത്ത് ദോശയൊക്കെ അവൻ അങ്ങോട്ട് എടുത്തിട്ട് പോകുന്നതാണ് കാണുന്നത്. പിന്നെ അവൻ ടൂർ പോയപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള ചോക്ലേറ്റ് ആണ് കേട്ടോ ഇത്. ചോക്ലേറ്റ് കിട്ടി, ആദ്യത്തെ സംഭവമായിരിക്കും. കഴിച്ചു തീർത്തോളൂട്ടാ, പറഞ്ഞേട്ടാ, കഴിച്ചു തീർത്തോളണം. നമ്മൾ കഴിച്ചു തീർക്കും.